ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ വാഹനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ്. അതായത് ചെറിയ മാറ്റം എന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം പുതിയതായിട്ട് നമ്മൾ വാഹനത്തിലൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ്. അതിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയാനാണെങ്കിൽ എന്താ ഒരു എഞ്ചിൻ ഓയിലിൻ്റെ കാര്യം തന്നെ ആയിക്കോട്ടെ. നമ്മൾ എഞ്ചിൻ ഓയിൽ സാധാരണ മാറുന്നത് എത്ര പീരീഡ് വെച്ചാണ്? ഏകദേശം മിക്ക വാഹനത്തിലും ചെറിയ ഡിഫറൻസ് വരുമെങ്കിൽ പോലും കോമൺലി നമുക്ക് വരുന്ന 10,000, അതായത് 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു വർഷം കൂടുന്തോറും നമ്മൾ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇതേ സ്ഥാനത്ത് ചില കാര്യങ്ങൾ അതിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 15,000 കിലോമീറ്റർ ആകുമ്പോൾ മാറിയാൽ മതി, അല്ലെങ്കിൽ ഒരു വർഷം എന്നുള്ള 1.5 വർഷം കഴിഞ്ഞ് മാറിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് ഭയങ്കരമായിട്ട് മൈലേജ് കിട്ടും, അല്ലെങ്കിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ശരിക്കും ഇതൊന്നും ഒരു ഷോറൂം അല്ലെങ്കിൽ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ റെക്കമെൻഡ് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്ത് കൊടുക്കാത്തത്? ചുമ്മാ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പം ജസ്റ്റ് ഈ പറഞ്ഞ എക്സാമ്പിളിനെ കഴിഞ്ഞ് കുറച്ചുകൂടെ നല്ലൊരു എക്സാമ്പിൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സസ്പെൻഷൻ തന്നെയായിരിക്കും. സസ്പെൻഷൻ്റെ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്ക് വരുന്ന ഒരു ബുഷ് നമ്മൾ കയറ്റി വെക്കുന്നുണ്ട്. അതിന് ഒരുപാട് പേരൊക്കെ പറയും, പ്രോ എല്ലാം കൂട്ടിയൊക്കെ പറയും, എന്തെങ്കിലും ആയിക്കോട്ടെ. ഈ ബുഷ് കയറ്റി വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് ഭയങ്കര സ്റ്റെബിലിറ്റിയാണെന്നാണ് പറയുന്നത്. അതായത് ബോഡി റോൾ ഉണ്ടാകത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ചെറിയൊരു ബുഷ് ഉണ്ടാക്കാൻ എന്തുകൊണ്ട് ഈ കാറിൻ്റെ മാനുഫാക്ചേഴ്സിന് അറിയത്തില്ലേ? ഈ മേളിലൊക്കെ മാത്രം 2 സ്റ്റഡ് ബുഷ് ഒക്കെ ഫിറ്റ് ചെയ്ത് വിടുന്നുള്ളൂ. ഇങ്ങനെ സ്ട്രട്ടിൻ്റെ പുറത്ത് മേളിലൊരു ബുഷൊക്കെ ഫിറ്റ് ചെയ്ത് വിടുന്ന കൂട്ടത്തിൽ ഇതിൻ്റെ താഴെ അല്ലെങ്കിൽ സ്പ്രിങ്ങിൻ്റെ ഇടയ്ക്കൂടെ ഒരു ബുഷ് കയറ്റി വെച്ചാൽ പോരെ? എന്തുകൊണ്ട് നമ്മളാരും ഇത് ചിന്തിക്കുന്നില്ല? എന്തുകൊണ്ട് ഇതൊക്കെ നമ്മളൊരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യുന്നു? അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ വാഹനത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാഹനത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ? ഇത് എത്ര പേര് ചിന്തിച്ചിട്ടുണ്ട്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യരുതെന്ന് മാത്രം ഞാൻ റെക്കമെൻഡ് ചെയ്യത്തുള്ളൂ. അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെന്ന് ഉദ്ദേശിച്ച് ലൈറ്റ് ഫിറ്റ്മെൻറ്റോ സൗണ്ട് ഫിറ്റ്മെൻറ്റോ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ച്. വാഹനത്തിൻ്റെ ഇൻറ്റേർണൽ അല്ലെങ്കിൽ വാഹനത്തിന് വരുന്ന മാറ്റങ്ങൾ, അതായത് സസ്പെൻഷൻ വൈസ് ആകട്ടെ എഞ്ചിൻ വൈസ് ആകട്ടെ, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ലൈഫ്, എഞ്ചിൻ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കൂടുതൽ കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ വാഹനം മേടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു ഓണേഴ്സ് മാനുവൽ അതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആ വാഹനം ഓയിൽ മാറേണ്ട കൃത്യം സമയം, ഓയിൽ മാറുന്നതല്ലാതെ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ എത്ര നാൾ കൂടുമ്പോൾ മാറണം, ഏത് ഗ്രേഡ് എഞ്ചിൻ ഓയിൽ മാറണം. കാരണം ഇപ്പം 0W20 ആണ് ഈ വാഹനത്തിൽ യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ അതിലിപ്പോൾ ഒരു 5W30 ഒഴിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, വാഹനം ഓടുന്നതുകൊണ്ട് ഒരു പ്രശ്നവും വരത്തില്ല. അന്നേരം ഇത് ഒഴിച്ച ഒരാൾ എന്താ പറയുന്നത്? 0W20ക്ക് വില കൂടുതല, 5W30ക്ക് വില കുറവാണ്. ആ വില കുറഞ്ഞ ഓയിൽ ഒഴിച്ചാൽ ഈ വാഹനം ഓടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ ഒഴിച്ചാൽ പോരാ. അവിടെയാണ് വ്യത്യാസം വരുന്നത്. കാരണം നമ്മളവിടെ വില കുറയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അവിടെ ഒരു ഗ്രേഡിന് മാറ്റം വരുന്ന സമയത്ത് അതിൻ്റേതായ രീതിക്ക്, അതായത് അതിൻ്റെ വിസ്കോസിറ്റിക്ക്, ഓയിലിൻ്റെ കട്ടിക്ക് വ്യത്യാസം വരുന്നുണ്ട്. അങ്ങനെ ഓയിലിൻ്റെ കട്ടിക്ക് വ്യത്യാസം വരുന്ന സമയത്ത് ആദ്യമൊന്നും ഒരിക്കലും നമ്മളിത് അറിയത്തില്ല. ഇതുപോലെയാണ് നമ്മൾ വാഹനത്തിൻ്റെ ഓയിലിനകത്ത് മിക്സ് ചെയ്യുന്ന ഓരോ അഡിറ്റീവ്സ് മേടിച്ച് ഒഴിക്കുമ്പോൾ ആദ്യം ഒന്നും അറിയത്തില്ല. പക്ഷേ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കുമാണ് ഇതിൻ്റെ ഓരോ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിൽ കത്താൻ തുടങ്ങും. ഓയിൽ കത്തി കഴിയുമ്പോഴത്തേക്കും പുക വരാൻ തുടങ്ങും. അന്നേരം ആദ്യമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു മൈലേജ് എന്ന് പറയുന്ന സാധനമുണ്ട്, പവർ, പെർഫോമൻസ് എല്ലാം നമ്മൾ പറയും. ഗ്രാജുവലി ഒരു 10,000, 20,000, 30,000 കിലോമീറ്ററൊക്കെ കഴിയുമ്പോൾ ഈ കൂടുതൽ കിട്ടിയ സാധനം എല്ലാം ഇങ്ങനെ കുറഞ്ഞങ്ങ് വരും. വാഹനത്തിൻ്റെ എഞ്ചിൻ പണി വരാൻ ചാൻസസ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം വേറെ ഒന്നുമല്ല, നമ്മളൊരു വാഹനത്തിൽ അഡീഷണലായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സജഷൻ എടുക്കുക. സജഷൻ എടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്ത ഒരാളോടും കൂടി ചോദിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഓതറൈസ്ഡ് ഡീലറിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ സജഷനും കൂടി എടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതായത് നിങ്ങൾ ഏത് വാഹനമാണ് യൂസ് ചെയ്യുന്നത്, ആ വാഹനത്തിന് ഇങ്ങനെ ഒരു കാര്യം ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അവിടെ വർക്ക് ചെയ്യുന്ന ആളോട് ചോദിക്കണം. അല്ലാതെ പുറത്തൊരു വ്യക്തിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അറിയണമെന്നില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ കിടന്നതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യമൊക്കെ എടുത്ത് നമ്മൾ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 8ൻ്റെ പണി കിട്ടുന്ന പോലെ ആയിപ്പോരുത്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യനെ നോക്കുന്നത് പോലെ തന്നെ നമ്മൾ വാഹനത്തിനെയും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിന് ഒരു കുഴപ്പവും വരത്തില്ല. ലൈഫ് ടൈം നമുക്ക് നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ സാധിക്കും.